നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർഗി. ഇന്ന് നമ്മുടെ വീഡിയോ മാസായി വില്ലേജ് നമ്മളവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ കുറേ പ്രത്യേകതകളുണ്ട്. അതായത് അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ ചോര കുടിക്കുന്നതും അതിൻ്റെ പച്ച മാംസം ഭക്ഷിക്കുന്നതും ഒക്കെയാണ് അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം. മാസായികളുടെ ഗ്രാമവും അവരുടെ ജീവിതം, അവരുടെ വീട്, അവരുടെ ഭക്ഷണം എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കെനിയയിലെ ഒരു ഗോത്രവർഗ വിഭാഗമാണ് മസായികൾ. ഇന്നും പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും ആഭരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടും പരമ്പരാഗതമായ ജീവിത രീതി പിന്തുടരുന്നത് കൊണ്ടും തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഗോത്രവർഗ വിഭാഗമാണ് മസായികൾ. മസായിമാര നാഷണൽ പാർക്ക് സന്ദർശിക്കുന്നവരുടെ ഒരു പ്രധാന വിസിറ്റ് എന്ന് പറയുന്നത് ഈ മസായി വില്ലേജ് സന്ദർശിക്കുക തന്നെയാണ്. പരമ്പരാഗത നൃത്തത്തോടു കൂടിയാണ് അവർ നമ്മളെ അവരുടെ ഗ്രാമത്തിലേക്ക് സ്വീകരിക്കുന്നത്. മാസായി ഗോത്രവിഭാഗം കാണപ്പെടുന്നത് കെനിയയിലും ടാൻസാനിയയിലുമാണ്. സിംഹത്തിന്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയ കിരീടമാണ് കേട്ടോ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തലയിലിരിക്കുന്നത്.
വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു ഗോത്രവർഗ വിഭാഗമാണ് ഇവർ ഇന്നും തീ ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. അതാണ് ഇന്ന് ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. So but the marahito from here fire, so I will show you. We have this in the village. No lettuce in the village. Oh ini no mayo na namna hinya jadi dia ini lo gen la രണ്ട് ടൈപ്പ് മരക്കഷ്ണങ്ങളാണ് അവർ തീ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് അവർ മലമുകളിൽ നിന്ന് ശേഖരിക്കുന്നതും ഒന്ന് അവരുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ളതും. അപ്പം അത് ഉപയോഗിച്ച് ഒരു കത്തിയുടെ മേലെ ആ മരം വെച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെയാണ് കനലുണ്ടാക്കി തീ ഉണ്ടാക്കുന്നത്. ഈ വടിയുടെ തുമ്പത്ത് നിന്നാണ് അവര് തീ ഉണ്ടാക്കുന്നത്. ഇത് ഇതിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് കേട്ടാ. അപ്പൊ ഞാനിതൊന്ന് ശ്രമിച്ചു നോക്കാം. അത്ര സിമ്പിൾ അല്ല, നന്നായിട്ട് ബലം കൊടുത്തിട്ട് വേണം അത് തിരിക്കാനായിട്ട്. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ തുപ്പുന്നുണ്ട്. തുപ്പിയിട്ട് കയ്യിൽ നനവ് വരുത്തിയിട്ടാണ് ആ കോല് തിരിക്കുന്നത്. just that sida like timber from the and this is sandpaper, has rab leaves Masai lady used to make the thing. Masai man use the stem to make it. Okay. So we form it in form of lecture and the fire comes in the Moroccans. Okay. ഇനി നമുക്ക് മസായികൾ എങ്ങനെയാണ് വീട് നിർമ്മിക്കുന്നതെന്ന് കാണാം. മസായി ഗോത്ര വിഭാഗത്തിൽ സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് വീട് നിർമ്മിക്കുക എന്നുള്ളത്. ഓ ജാംബു, മമ്മ മേക്കിംഗ് ഹൗസ് ന്യൂ. But where is this place? ഇതുപോലെ കമ്പുകൾ വെച്ച് കെട്ടിയതിന് ശേഷം അവര് ചാണകം തേച്ച് കൊടുക്കുക കേട്ടോ ഇതിന്റെ മേലെ കൂടെ. അങ്ങനെയാണ് അവര് വീട് നിർമ്മിക്കുന്നത്.
If he broke bones, like malaria, visit him in the village. Also, mom is midwife. ഇദ്ദേഹമാണ് ഈ ഗ്രാമത്തിലെ വൈദ്യൻ. Florida's hospital. You can't trade in the village. All the Trade, yeah. birth, medicine. everything is here. Yeah. We use everything natural. മലേറിയ വന്നാലും എല്ല് പൊട്ടിയാലും എല്ലാം ഈ വൈദ്യന്റെ അടുത്ത് തന്നെയാണ് ഇവർ ചികിത്സ തേടിയെത്തുക. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇനി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് പെരെ എന്നാണ്. അപ്പൊ പെരയുടെ പുരയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ സൈഡിൽ കോഴിക്കൂട് ഉണ്ട്, ചാണകം തേച്ച വീടാണ്. ഇപ്പുറത്തെ സൈഡിലായിട്ട് വിറകുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. ഒരു കുഞ്ഞു ജനലുണ്ട്, കാരണം നല്ല കൊതുകിന്റെ ശല്യമുള്ള സ്ഥലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊട്ടിയ ചട്ടി വെച്ചിരിക്കുന്നത് തീ അതിലൂടെ വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. മണ്ണുകൊണ്ടാണെങ്കിലും എല്ലാ ഷെൽഫൊക്കെ തിരിച്ച് പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വീട് കെട്ടിയിട്ടുണ്ട്. Eating. Yeah. Wood eating. And the houses fall down. But we live 9 years in the village. So we live 8 years. 1 year more coming, we start to build a new village nearby. When we done a new village, all community, we have to pull all the houses down. Because we need to clean up again the grass. Also maybe later we back again here. We live 6 years. 6 years. Three more. This will. Then we move. Okay. But when it's say about 8 years, 1 year more year coming, we start to build a new village nearby. Making new village. When we done, we complete 9 years, all people moving to a new village. Because the house. All the houses down. Okay. Because we need to cross Ghana again. Okay. And also maybe later we come back again to here. School uniform for the children and school fees. Okay. So I would like to show you outside. കന്നുകാലി വളർത്തലാണ് ഇവരുടെ പ്രധാനമായ ഒരു ഉപജീവന മാർഗം. ഒപ്പം തന്നെ ആഭരണ നിർമ്മാണവും ഇവര് ചെയ്യുന്നുണ്ട്. മസായി രീതിയിലുള്ള ആഭരണങ്ങളും ഒക്കെ നിർമ്മിച്ച് ഇവരത് വിൽക്കുന്നുണ്ട്. കൊതുക് കടി ഏൽക്കാതിരിക്കാനായിട്ട് ഈ ചെടിയുടെ ഇല കൈമയോ മേത്തൊക്കെ ഒന്ന് അരച്ച് തേച്ച് കൊടുത്താല് കൊതുക് കടിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. Orange croton. Yellow croton. Orange croton. It prevent mosquito. So we bring this like this. You not bite you. Just do again. Okay. You see? She prevent mosquito. You see the white thing on my body? Okay. The one chase them away. Okay. കിച്ചെടുത്ത് തിരുമിക്കോ, കൊതുക് കടിക്കില്ല. എടുത്ത് തിരുമിക്കോ. Mongan. Ini men amen ndo na lagi ACI. Amangiri amungu ni yake menya la mbaye do ke yangare. Yagai busi. നല്ല മണമുണ്ട്. യൂക്കാലിയുടെ മണമല്ല, അതേപോലെ തന്നെ എന്തോ ഒരു മണമുണ്ട്. What is this? This is henna. We used to paint our color, and also during ceremony we paint women. ഹീന എന്നും പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു ഇലയാണ് കാണിച്ചത്. അവരുടെ ഇതും ആ ചെടിയുടെ ഇലയുടെ ഇതും പിന്നെ കുറച്ച് കെമിക്കലും കൂടി ചേർത്തിട്ടാണ് അവരിപ്പോൾ ഈ ധരിച്ചിട്ടുള്ള അവരുടെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളിൽ അവർ കളർ കൊടുക്കുന്നത്. കൂടാതെ ആഘോഷവേളകളിൽ സ്ത്രീകൾ ഈ ചായം മുഖത്ത് പൂശുത്ര. അതാണ് അദ്ദേഹം എന്റെ മുഖത്ത് പുരട്ടി കാണിച്ചു തരുന്നത് കേട്ടോ. Fabric, and also during ceremonial we do paint on here. Okay, if I am bathing it will go. If you take shower. Okay. This one. Oh, come on. Kiriya na igu na iring golden meni. Kwanda wenga ma ben. നമ്മളിനി ചോര കുടിക്കലും കാര്യങ്ങളൊക്കെ കാണാൻ പോവാണ്.
ആടിനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കണതാണ് കേട്ടോ ഈ കമ്പും ചില്ലയൊക്കെ വെച്ചിട്ട്. താഴെ ആവുമ്പോൾ മണ്ണൊക്കെ പെട്ട് അഴുക്കാവില്ല, അത് കാരണം കൊണ്ട്. ഇവര് സാധാരണമായിട്ട് ആടിനെ കൊല്ലുന്ന രീതി എന്ന് പറഞ്ഞാൽ ആടിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണ് ഇവര് ചെയ്യുന്നത്. ശരിക്കും ആടിന്റെ മേത്തോട്ട് കയറിയിരുന്ന ആടിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. വായയൊക്കെ പൊത്തിപ്പിടിച്ച്, ഞാൻ ആ കൊല്ലുന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണ് ഇവര് കൊല്ലുന്ന രീതി. No. Yeah, I like chapati. Hey, tomato. Hey, what is there? Are they drinking? This is blood. Then why are they putting fire? To cook the meat. No problem. ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ആടിന്റെ കഴുത്തിലെ തൊലി മാറ്റിയിട്ട് കറക്റ്റ് കഴുത്തിൽ വെട്ടി ആ വെയിനെ കട്ട് ചെയ്തിട്ടാണ് അവരാ ചോര എടുക്കുന്നത്. This one is blood. You want to take a little? Test it. Just to test. No. Just to test. It is nice. Yeah, sweet. Ke garbal ya na? Garbal? Mugura ega aku bunga? No. Okay, sit there. ഗ്ലാസ്സിലെടുത്ത് ചോര ഇവര് ഒരു കോല് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഇളക്കും തോറും ചോര കട്ടയാവുമല്ലോ. അപ്പൊ ഈ കോലില് ഈ ചോര കട്ടയായിട്ട് ഇങ്ങനെ കിട്ടും. അതാണ് അവര് ഈ കഴിക്കുന്നത്. പിന്നെ ബാക്കി വരുന്നതെല്ലാം വെള്ളമായിട്ട് ചോരയായിട്ട് തന്നെ കുടിക്കുകയും ചെയ്യുന്നു. What you are doing with this? I roast and I eat. See, I'm putting. ആടിനെ അറുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇനി എങ്ങനെയാണ് ഇത് അവരുടെ എന്തൊക്കെ ഭാഗങ്ങളാണ് അവർ പച്ചക്ക് കഴിക്കുന്നത്, എങ്ങനെയാണ് അവര് ഭക്ഷണം വെച്ച് കഴിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. ആടിന്റെ തോല് ഉരിഞ്ഞു മാറ്റിയിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇറച്ചി. അപ്പൊ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ കുഴിയുണ്ടാക്കി കോലിൽ അത് കുത്തി നിർത്തുവാണ്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ വെള്ളത്തിൽ കുറച്ച് മരത്തിന്റെ ഒക്കെ കഷ്ണങ്ങളാണ്, അവരുടെ എന്തൊക്കെയോ മെഡിസിനൽ പ്ലാന്റിന്റെ ഒക്കെ റൂട്ടൊക്കെ ഇട്ടിട്ട് അവര് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മരുന്ന് അവര് കുറച്ച് ഇറച്ചി വെച്ച് സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് ചേർക്കാനായിട്ട് അവര് അത് തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. കുറച്ചിറച്ചി ചുട്ടെടുക്കാനായിട്ട് കുത്തി നിർത്തിയിരിക്കുന്നു. Oh, soup. After boil the meat, the soup we put on the medicine. Okay. Different trees. And you cannot eat alone. ആടിന്റെ കിഡ്നി അവര് പച്ചക്കാണ് കഴിക്കുന്നത്, പാചകം ചെയ്യുന്നില്ല. പക്ഷെ അത് അവര് എപ്പോഴും ഷെയർ, ഒരു കഷ്ണം തന്നെയാണെങ്കിലും അത് ഷെയർ ചെയ്തേ കഴിക്കുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് ഒരു കഷ്ണം കഴിക്കില്ല.
Lori yang kayo man. ആടിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഞാനത് കാണിക്കാത്തത് നമുക്ക് വീഡിയോയിൽ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അത് കാണിക്കാതിരിക്കുന്നത്. ലിവറിന്റെ ഒരു കഷ്ണം ഈ അപ്പപ്പം കഴിക്കണയാണ്. ഒരു കഷ്ണം അവിടെ ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. Masa ikan lo. Masa ikan lo. Oi, men, merada sebenarnya Allah baik. Pikiran dan. Anda be jamban apa? ഒരാടിനെ കൊന്നു കഴിഞ്ഞാൽ ആടിൻ്റെ ശരിക്കും അവരുടെ ഗ്രാമത്തിൽ ആടിനെ വെട്ടുമ്പോഴത്തേനും ആടിൻ്റെ ഇടതുഭാഗം സ്ത്രീകൾക്കും ആടിൻ്റെ വലതുഭാഗം പുരുഷന്മാർക്കും കൊടുക്കും. അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗങ്ങളും ഈ പറയുന്ന കിഡ്നിയൊക്കെ സ്ത്രീകൾക്കാണ് അവർ ഗ്രാമത്തിൽ വെച്ച് മുറിക്കുമ്പോൾ കൊടുക്കുക. പക്ഷെ കാലുകളിൽ 3 കാലും പുരുഷന്മാർ കഴിക്കും, 1 കാല് മാത്രമേ സ്ത്രീകൾക്ക് കൊടുക്കുകയുള്ളൂ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നു. നമ്മുടെ ചായപ്പൊടിയല്ല, അവരുടെ രീതിയിലുള്ള മരുന്നുകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ ചായ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. യു ലൈക്ക് ഇറ്റ്? കമ്പ് കണ്ണിക്കൊള്ളു മാറി. നെയ്റോബിയില് ആ വനത്തിനുള്ളിലെ നല്ല തണുപ്പിനൊപ്പം ഇറച്ചി ചുടലും തീ കായലും ഒപ്പം ഇവരുടെ ഈ പാട്ടും കൂടി ആയപ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ലിവർ ചുട്ടതാണ് ഏറ്റവും ആദ്യം എടുത്തത് കഴിക്കാനായിട്ട്. For me. ഉപ്പൊന്നും ചേർത്തിട്ടില്ല, എങ്കിൽ തന്നെയും ചുട്ടെടുത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു രുചി ഉണ്ടായിരുന്നു. Iran jalan penawar. Iya, jalan penawar. Yok na yung Kajana.
It's ready? Okay. Apa ini? എങ്ങനെയുണ്ട് കുക്കാവാനുണ്ടോ? അപ്പു കം 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 അപ്പു. ഇരട്ടായിട്ടോ, അത് കാരണം കൊണ്ട് ടോർച്ച് അടിച്ചിട്ടൊക്കെയുള്ള വെട്ടത്തിലാണ്. ശരിക്കും നമ്മളൊരു കാടിന്റെ ഉള്ളിൽ എല്ലാവരുടെ കയ്യിലും കുന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ശരിക്കും ഇരുട്ടായി, അത് കാരണം കൊണ്ട് നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് നിക്കുന്നേ. പിന്നെ ഇവരുടെ കയ്യിലുള്ള കുന്തവും കാര്യങ്ങളൊക്കെ കണ്ട് ആശ്വസിച്ചാണ് ഈ രാത്രി ഇപ്പൊ ഇവിടെ ഈ പ്രയത്നത്തിന് മുതിരണത്. ഫോർ മീ. താങ്ക് യു. ഇറച്ചി ഞാനും കഴിക്കണേയാണ് കേട്ടോ, പക്ഷെ എന്റെ മുഖം കാണിച്ചു തരാൻ വെട്ടമില്ലാത്തോണ്ടാ. ഞാനും കഴിച്ചു നോക്കണേയാണ്. ഉപ്പും മസാലപ്പൊടികളും ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ ചുട്ടെടുക്കുന്ന ഇറച്ചിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ, ആ ഒരു രുചിയുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഇറച്ചി തന്നെയാണ്. ഇത് നമ്മുടെ ലാൻഡ് ക്രൂസറിന്റെ ഡ്രൈവറാണ് കേട്ടോ, ജോർജ്. ചുട്ട ഇറച്ചിയൊക്കെ ഒരുവിധം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വേവാത്ത ഭാഗം മാത്രം വീണ്ടും വേഗം വെച്ചേക്കുന്നതാണ്. പിന്നീട് സൂപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിച്ചു നോക്കുകയാണ്. ഇതിണ്ട് ഇവരുടെ കുറെ മരുന്ന് പോലത്തെ, അതായത് കുറെ മരങ്ങളുടെ വേരുകളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ ഇറച്ചി മാറ്റിയിട്ട് സൂപ്പിലെ വെള്ളവും ഈ മരുന്ന് വെള്ളവും കൂടി മിക്സ് ചെയ്യും. എന്നിട്ടാണ് ഇവര് കഴിക്കുന്നത്. പാകമായിട്ടുള്ള ഇറച്ചി കഴിക്കുന്നതിന് മുൻപും വെട്ടുന്നതിന് മുൻപൊക്കെ ഇവര് കൈ കഴുകുന്നുണ്ട് കേട്ടോ. Masai natural soup, no salt, no pepper, only medicine. സൂപ്പിന്റെ ടേസ്റ്റ് കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ട് കുറച്ച് എന്തൊക്കെയോ മരുന്നൊക്കെ ഇട്ട ഒരു വെള്ളം കുടിക്കുന്ന പോലെ ഒരു ടേസ്റ്റ്. See, they jug with a big jug. Another one is taking with a simple. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഒരു വൈകുന്നേരം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു ദിവസമായിരുന്നു. ഇന്നത്തെ കാഴ്ചകളും ഒരുപാട് പുതുമ നിറഞ്ഞതായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. കിച്ചു
Oleseri. 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 So